അപ്പോൾ ഈ ഒരു 2-3 വീക്സ് ആയിട്ട് ഞാൻ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിൻ്റെ പ്രിപ്പറേഷനിലാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾ സെറ്റ് ചെയ്ത് അപ്പോൾ ഇനി എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കിയിട്ട് അപ്പോൾ അതിന് ഫസ്റ്റ് തന്നെ ഞാൻ നൈറ്റിയാണ് കേട്ടോ നോക്കി തുടങ്ങിയത്. അതിലായിട്ട് ഞാൻ ഓൺലൈനിലായിട്ട് ഫ്ലിപ്കാർട്ട്, മീഷോ, മിന്ത്ര അങ്ങനെ കുറേ സൈറ്റൊക്കെ നോക്കി. അപ്പോൾ ഒരു 600-700 റേഞ്ചിലൊക്കെ നമുക്കൊരു സിബൊക്കെ ആയിട്ടുള്ള ഫീഡിങ്ങിന് പറ്റിയ നൈറ്റീസൊക്കെ കണ്ടിട്ടോ. പക്ഷെ അതെല്ലാം ബനിയാൻ ക്ലോത്ത് ഓൾമോസ്റ്റ് എല്ലാവരും ഇട്ട് ഇതായിട്ടുള്ളത്. അപ്പം എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കോൺഫിഡൻസിനെ ബൂസ്റ്റപ്പ് ചെയ്യണ ഒരു സംഭവമാണ് കേട്ടോ. അപ്പം നല്ല ഡ്രസ്സ് ഇടുക, നല്ല കോൺഫിഡൻസ് ആയിട്ടിരിക്കുക, ആ സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് നല്ലപോലെ ഹാപ്പി ആയിട്ടിരിക്കേണ്ട ഒരു ടൈമും കൂടി. അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കുന്ന ഡ്രസ്സാണ് കേട്ടോ. അപ്പം ഞാൻ പിൻട്രസ്റ്റ് മോഡൽ ഡ്രസ്സൊക്കെ ഇൻസ്റ്റാ സ്റ്റോറിലൊക്കെ നോക്കിയപ്പോൾ അറൗണ്ട് ഒരു 2000-3000 ആ ഒരു റേഞ്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് തന്നെ മെറ്റീരിയൽ എടുത്ത് ചെയ്യാൻ. അപ്പം ഞാൻ 4 ഔട്ട്ഫിറ്റാണ് അതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത്. ഫസ്റ്റ് വൺ ഞാൻ നിങ്ങളെ കാട്ടിത്തരാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ എടുത്തേക്കുന്നത് നല്ലൊരു ബേബി പിങ്ക് ആണ് കേട്ടോ. ഞാനൊരു പിങ്കും ഒരു ബ്ലൂ പോലത്തെ ഒരു കളറും എടുത്തിട്ടുണ്ട്. അത് ലൈറ്റ് ഷെയ്ഡ് എപ്പോഴും നമുക്കൊരു എലഗൻ ലുക്ക് തരും കേട്ടോ. അപ്പം ഞാൻ ഇത് വന്നിട്ട് മീറ്റർ തുണീസ് ഒരു 150 ആ ഒരു റേഞ്ചൊക്കെ ഉള്ള ഒരു കോട്ടൻ്റെ പീസ് കട്ട് ചെയ്തെടുത്തേക്കാം കേട്ടോ. അപ്പം നൈറ്റിക്ക് വേണ്ടിയിട്ട് 3 മീറ്റേഴ്സാണ് വേണമെന്ന് പറഞ്ഞത്. അപ്പം അത്രയും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിന് ഡീറ്റെയിലിങ് ചെയ്യാൻ പോണത് ലേസ് വർക്ക് കൊണ്ടാണ് കേട്ടോ. ജസ്റ്റ് നല്ലൊരു ഫ്രില്ലൊക്കെ കൊടുത്ത് ലേസ് വർക്കൊക്കെ കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഔട്ട്ഫിറ്റ്. സെക്കൻഡ് വൺ വന്നിട്ട് നല്ലൊരു ഡാർക്ക് ഷെയ്ഡ്, കാരണം ഡാർക്ക് ഷെയ്ഡ് ആ സമയത്ത് അത്യാവശ്യമായിരിക്കും. അപ്പോൾ അതെ ഇങ്ങനെ ഒരു നല്ലൊരു മെറൂണിഷ് റെഡ്, അതിൽ പോൾക്ക ഡോട്ട്സ് വന്നേക്കണേ കേട്ടോ. അതിന് ഞാൻ ചെയ്യാൻ പോണത് ഞാൻ തന്നെ ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത് കുറച്ച് ഫ്ലവേഴ്സാണ് കേട്ടോ. ഒരു യോക്ക് ഭാഗത്ത് മാത്രം വരുന്ന രീതിയിൽ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇച്ചിരി ലേസും കൂടെ ഓഫ് വൈറ്റ് ഈ ഒരു ഷെയ്ഡിലെ ലേസും കൂടെ വെച്ച് കൊടുക്കാൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ സെക്കൻഡ് ഔട്ട്ഫിറ്റ് വന്നിട്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വേറൊരു ലൈറ്റ് ഷെയ്ഡ്, ഇത് വന്നിട്ട് നല്ലൊരു ബ്ലൂ അല്ല ഗ്രീൻ അല്ല എന്ന് പറയുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ് കേട്ടോ. അതിൽ വൈറ്റ് കളറിൽ ഒരു കുഞ്ഞ് ഡോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടോ വന്നേക്കണത്. അപ്പോൾ ഇതിനെ ഞാൻ ഒരു ഹാൻഡ് വർക്ക് തന്നെ കൊടുക്കാം. അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഹാൻഡ് വർക്ക് കൊടുക്കാമെന്ന് ഓർത്താണ്ടിരിക്കണം. അപ്പോൾ ഇതിൻ്റെ മോഡൽ ഞാൻ നിങ്ങളെ കാട്ടിത്തരാം. ഇതാണ് എൻ്റെ തേർഡ് വൺ വന്നിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റ് വൺ വന്നിട്ട് ബ്ലാക്ക് ഈസ് ഓൾവേസ് ഫേവറേറ്റ് അല്ല. അപ്പോൾ എല്ലാവർക്കും ബ്ലാക്ക് എടുക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയായി കേട്ടോ. ഇതിനെ ഞാൻ ജസ്റ്റ് ഒരു ലേസ് കൊണ്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫോർത്ത് വൺ വന്നിട്ട്. അപ്പോൾ എൻ്റെ ഈ 4 ഔട്ട്ഫിറ്റും എങ്ങനെയായിരിക്കും ഫൈനൽ ഔട്ട് എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോ കാണാം.